മുഹമ്മദ് സിറാജ് 2023 ഏഷ്യ കപ്പ് ഇന്ത്യ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചവൻ, ഗാബയിലെ കമണ്ട് പൊട്ടിച്ചവൻ, ഓവലിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്ന ടെസ്റ്റ് മത്സരം ഇന്ത്യ വിജയിപ്പിച്ചവൻ. ഹൈദരാബാദിൽ ഒരു ഓട്ടോക്കാരൻ്റെ മകനായിട്ട് ജനിച്ചു വളർന്ന സിറാജിന് പഠിത്തത്തെക്കാൾ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതായിരുന്നു. സിറാജ് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, അടുത്തുള്ള മൈതാനത്ത് പോയി ക്രിക്കറ്റ് കളിക്കും, വൈകിട്ടാകുമ്പോൾ വീട്ടിലേക്ക് വരും. സിറാജ് പിന്നെ ഒരുപാട് വളർന്നു ഓടുന്നു. 2014 ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചോളം 19ാമത്തെ വയസ്സ് കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ആവേണ്ട സമയമാണ്. എങ്ങനെയും ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന്റെ ഭാഗമാവുക എന്നാണ് എല്ലാവരും ഒരു പ്രതീക്ഷ. നമുക്കറിയാം വൈഭവ് സൂര്യവംശി 14ാമത്തെ വയസ്സിൽ IPL കളിക്കുന്നു. എന്നാൽ സിറാജ് തന്റെ 19ാമത്തെ വയസ്സിൽ ലെതർ ബോൾ കൈകൊണ്ട് പോലും ഒന്നും തൊട്ടിട്ടില്ല. 19ാമത്തെ വയസ്സിൽ സിറാജ് ക്ലബ്ബുകൾക്ക് വേണ്ടി ടെന്നീസ് ബോളിൽ 200-300 രൂപയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ച് സമയം പാഴാക്കുന്ന സമയം. നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞു, ഇനി എന്തായാലും ഇവന് ക്രിക്കറ്റ് കളിക്കാനൊന്നും പറ്റത്തില്ല, ഇവന് വല്ല ജോലിക്കും പോയി കുടുംബത്തെ പുലർത്തിക്കൂടെ, ഈ 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് വേണ്ടി എന്തിനാണ് ഇവൻ ക്രിക്കറ്റ് കളിച്ച് സമയം പാഴാക്കുന്നത്. 2015 സിറാജിൻ്റെ ലൈഫിലെ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ. തൻ്റെ സുഹൃത്ത് സിറാജിൻ്റെ കൈയും പിടിച്ച് ഒരു ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് പോകുന്നു. അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യുന്നു, സിറാജിന് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കണം, സിറാജിനെ അക്കാഡമിയിലേക്ക് ചേർക്കണം. സിറാജിൻ്റെ ബോളിംഗ് പെർഫോമൻസ് ഒക്കെ കണ്ടവർ സിറാജിനെ ഫ്രീ ആയിട്ട് അക്കാഡമിയിലോട്ട് ചേർക്കുന്നു. സിറാജ് നല്ല രീതിയിൽ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സിറാജിൻ്റെ ബോളിംഗ് പെർഫോമൻസ് ഇഷ്ടപ്പെട്ട അവിടുത്തെ കോച്ച് ഇപ്പോഴും ഇന്ത്യൻ ടീമിലോട്ട് കയറുവാനുള്ള നിൻ്റെ വാതിലുണ്ടല്ലോ, ആരും കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടില്ല, ഒരു ചാൻസ് ഇപ്പോഴും നിൻ്റെ മുമ്പിലുണ്ട്, അണ്ടർ-23. സിറാജിൻ്റെ കോച്ച് സിറാജിനോട് ആവശ്യപ്പെടുന്നു, നീ അണ്ടർ-23 പോയി ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്ക്, അവിടുന്ന് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാകുക. സിറാജ് ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്നു. അവിടെ പോയി നല്ല ലൈനിലെങ്കിലും ബോൾ ചെയ്യുന്നു. അവിടെ നിന്ന് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ ഭാഗമാകുന്നു. സിറാജിൻ്റെ ലൈഫിലെ രണ്ടാമത്തെ ബ്രേക്ക് ത്രൂ. ഹൈദരാബാദിന് വേണ്ടി സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. കളിച്ച മിക്കുള്ള കളിയിലും 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി സിറാജ് മിന്നിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. സിറാജിൻ്റെ ഈ പെർഫോമൻസ് IPL ഫ്രാഞ്ചൈസിയായ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കണ്ണിൽ ഉടക്കുന്നു. അവർ പൊന്നു വില കൊടുത്ത് സിറാജിനെ ടീമിൻ്റെ ഭാഗമാക്കുന്നു. ഒരു ഓട്ടോക്കാരൻ്റെ മകന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഏറ്റവും ഉയർന്ന സാലറി വാങ്ങിക്കുന്നു സിറാജ്. ഏകദേശം 2 കോടി കൊടുത്ത് സിറാജിനെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗമാക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ സിറാജിൻ്റെ ഉപ്പയോട് ചോദിച്ചു, ഇനി എന്താണ് ആഗ്രഹം? എൻ്റെ മകൻ 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന എനിക്കൊന്ന് കാണും. അങ്ങനെ സിറാജ് 2017 IPL സൺറൈസേഴ്സിൻ്റെ ഭാഗമാകുന്നു. 6 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. എന്നാൽ 2018 ആയപ്പോഴത്തേന് സൺറൈസേഴ്സ് ഹൈദരാബാദ് സിറാജിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നു. അതെനിക്ക് തോന്നുന്നു സിറാജിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. സിറാജ് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ ടീമിൽ RCBയുടെ ഭാഗമാകാൻ സിറാജിന് കഴിയുമെന്ന്. RCB സിറാജിനെ 2 കോടി കൊടുത്ത് സ്വന്തമാക്കുന്നു. അവിടെ നോക്കുവാണെങ്കിൽ സിറാജ് എന്ന വ്യക്തിയുടെ ലൈഫ് ചേഞ്ച് ആയ ഒരു നിമിഷം. വിരാട് കോഹ്ലിയുമായിട്ട് ചേർന്നുള്ള ഒരു കെമിസ്ട്രി, അഗ്രഷൻ എന്ന് പറഞ്ഞ 2 പ്ലെയർ മുമ്പിൽ തന്നെയാണ്. സിറാജ് ഫൈറ്റ് ചെയ്തപ്പോഴെല്ലാം വിരാട് കോഹ്ലി കൂടെ നിന്നു. സിറാജിൻ്റെ ഫൈറ്റുകളെല്ലാം വിരാട് കോഹ്ലിയുടെ ഫൈറ്റുകളായിട്ട് വിരാട് കോഹ്ലി ഏറ്റെടുത്തു. അവർ തമ്മിൽ വല്ലാത്തൊരു കെമിസ്ട്രി വർക്കായി. അപ്പോഴത്തേക്ക് സിറാജ് RCBയുടെയും വിരാട് കോഹ്ലിയുടെയും ആരൊക്കെയോ ആയി മാറിയായിരുന്നു. 2020-2021 BGT കളിക്കാൻ വേണ്ടി ഇന്ത്യ ആസ്ട്രേലിയയിലോട്ട് പോകുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് രവി ശാസ്ത്രി സിറാജിനോട് ചോദിക്കുന്നു, പോരുന്നോ ഞങ്ങളോട് കൂടെ? സിറാജ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൻ്റെ ഭാഗമാകുന്നു. സിറാജ് ആസ്ട്രേലിയയിലേക്ക് പറക്കുന്നു. 2020-2021 നമുക്കറിയാം കൊറോണ ടൈമാണ്. ഇവിടുന്ന് പോകുന്ന ടീമുകളെല്ലാം അവിടെ ക്വാറന്റൈൻ ഇരിക്കണം. 6 ദിവസത്തെ ക്വാറന്റൈൻ ഇരിക്കുമ്പോൾ സിറാജിനെ തേടി ഒരു ദുഃഖകരമായ വാർത്ത ഇന്ത്യയിൽ നിന്ന് വരുന്നു. തൻ്റെ ഉപ്പ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു. തൻ്റെ മകൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് കാണാൻ ആഗ്രഹിച്ച ഉപ്പ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു. സിറാജ് അവിടെ തന്നെ തുടർന്നു. ആദ്യത്തെ ടെസ്റ്റ് അഡ്ലേഡ്. പക്ഷേ മുഹമ്മദ് സിറാജിന് ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ സെലക്ടർമാരും കോച്ചും ഉമേഷ് യാദവെ മതിയെന്ന് തീരുമാനമെടുക്കുന്നു. ഉമേഷ് യാദവ് ആദ്യത്തെ ടെസ്റ്റ് കളിക്കുന്നു. അഡ്ലേഡ്. ഇന്ത്യ ദയനീയമായിട്ട് അഡ്ലേഡിൽ പരാജയപ്പെടുന്നു. നമുക്കറിയാം ഇന്ത്യ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ കേവലം 36 റൺസിന് ഓൾ ഔട്ട് ആയ മത്സരം. ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ട ഒരു മത്സരം. വിരാട് കോഹ്ലി പേഴ്സണൽ റീസൺ പറഞ്ഞ് ഇന്ത്യയിലോട്ട് പോയ സമയം, മുഹമ്മദ് ഷാമി ഇഞ്ചുറി ആയ സമയം. രണ്ടാമത്തെ ടെസ്റ്റിൽ സിറാജിന് കളിക്കാനുള്ള അവസരം കിട്ടും. സെക്കൻഡ് ടെസ്റ്റിൽ ആദ്യത്തെ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. അതിൽ ആദ്യത്തെ വിക്കറ്റ് ലബുഷേൻ, 48 റൺസ് എടുത്ത് സെറ്റായിട്ട് നിന്ന ലബുഷേൻ. അന്ന് സ്മിത്തിനോളം വരും ലബുഷേൻ്റെ വിക്കറ്റ് എടുക്കുന്നു. ആദ്യത്തെ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിക്കുന്നു. സിറാജിന്റെ ആ ഒരു പ്രകടനം ഇന്ത്യ ജയിക്കാൻ മുന്നിൽ നയിക്കുന്നു. 3ാമത്തെ ടെസ്റ്റ് ഇന്ത്യ ഡ്രോ ആക്കുന്നു. 4ാമത്തെ ടെസ്റ്റ് ഗാബ. ആസ്ട്രേലിയ വെല്ലുവിളിക്കുന്നു, വാ ഗാബയിലോട്ട് വാ, കാണിച്ചു തരാം. വെല്ലുവിളിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു ആസ്ട്രേലിയക്ക്. ആസ്ട്രേലിയയുടെ ഭൂതത്താൻ കോട്ടയായിരുന്നു. 1988 ശേഷം ആരും ഗാബയിൽ ആസ്ട്രേലിയ പരാജയപ്പെടുത്തിയിട്ടില്ല. അവസാനമായിട്ട് 1988 ഗാബയിൽ ആസ്ട്രേലിയ പരാജയപ്പെടുത്തുന്ന വെസ്റ്റ് ഇൻഡീസാണ്. അത് കഴിഞ്ഞ് ഇന്ത്യ പോയി, ഇംഗ്ലണ്ട് പോയി, സൗത്ത് ആഫ്രിക്ക പോയി, ന്യൂസിലാൻഡ് പോയി, പലരും പോയി. ആർക്കും ഗാബയെന്ന് പറഞ്ഞാൽ ആ ഭൂതത്താൻ കോട്ടയിൽ ആസ്ട്രേലിയ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഗാബയിൽ 3 പ്ലെയറുടെ ഉദയമായിരുന്നു. മുഹമ്മദ് സിറാജ്, ശുഭ്മാൻ ഗില്ല്, ഋഷഭ് പന്ത്. മുഹമ്മദ് സിറാജ് വരുന്നു. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. ആസ്ട്രേലിയ ഇന്ത്യയുടെ മുമ്പിൽ ഒരു ടാർഗറ്റ് വെക്കുന്നു. ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും കൂടെ ചേർന്ന് ആ ടാർഗറ്റ് ചേസ് ചെയ്യുന്നു. ഗാബയിലെ കമണ്ട് മുഹമ്മദ് സിറാജും ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും കൂടെ ചേർന്ന് ഓടിക്കുന്നു. ഇന്ത്യ സീരീസ് അവിടെ തൂക്കുന്നു. എല്ലാവരും അവിടെ പൂരത്തി പറഞ്ഞത് ഋഷഭ് പന്തിനെയാണ്. പക്ഷേ
മുഹമ്മദ് സിറാജിനെയും ശുഭ്മൻ ഗില്ലിനെയും പലരും കാണാതെ പോയി അവിടെ. മുഹമ്മദ് സിറാജിന്റെ ആ 5 വിക്കറ്റ് നേട്ടമായിരുന്നു ഇന്ത്യക്ക് ആ മത്സരം ജയിക്കാൻ നിർണായകമായ ഒരു കാരണമായി മാറിയത്. സിറാജ് അവിടുന്ന് ഒരുപാട് വളർന്നു, ഇന്ത്യയുടെ 3 ഫോർമാറ്റിന്റെ ഭാഗമായിട്ട് മാറുന്നു. 2023 ഏഷ്യ കപ്പ് കൊളംബോയിൽ ശ്രീലങ്കയുടെ മണ്ണിലാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തി വന്ന ശ്രീലങ്ക ഫൈനലിൽ കേവലം 50 റൺസിന് ശ്രീലങ്ക അഴിഞ്ഞു വീഴ്ത്തുകയായിരുന്നു മുഹമ്മദ് സിറാജ്. സിറാജ് എറിഞ്ഞ രണ്ടാമത്തെ ഓവറിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടാൻ കരസ്ഥമാക്കുന്നു, 6 വിക്കറ്റ് സ്വന്തമാക്കുന്നു. ഏഷ്യ കപ്പ് ഫൈനലിൽ ശ്രീലങ്കയെ 50 റൺസിന് എറിഞ്ഞൊതുക്കാൻ സിറാജ് മുമ്പിൽ നയിച്ച പ്രകടനം. 2024 നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജിനെ സംബന്ധിച്ച് അത്ര വലിയൊരു കാലമല്ലായിരുന്നു. സിറാജ് എന്ന ഒരു പ്ലെയർ ഇന്ത്യയുടെ 3 ഫോർമാറ്റിന്റെ ഭാഗമാകുമെന്ന് തോന്നിയ ഒരു സമയം 2024 ബാർബഡോസ് ഇന്ത്യയുടെ 2020 വേൾഡ് കപ്പ്. സിറാജ് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു. ഒറ്റ മത്സരത്തിലാണ് സിറാജിന് കളിക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള എല്ലാ മത്സരത്തിലും ബെഞ്ചിലിരിക്കേണ്ടതായിട്ട് വന്നു മുഹമ്മദ് സിറാജിന്. 2025 RCB മുഹമ്മദ് സിറാജിന്റെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരേ ഒരു കാരണം എക്കണോമി കൂടുതലാണ്. ഇദ്ദേഹം കൊണ്ട് താൻ ഒരുപാട് സ്നേഹിച്ച ടീം മുഹമ്മദ് സിറാജിനെ എടുത്ത് പുറത്തേക്ക് കളയുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇന്ത്യയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, മുഹമ്മദ് സിറാജ് ഈസ് നോട്ട് എഫക്റ്റീവ് വിത്ത് ഓൾഡ് ബോൾ. അതുകൊണ്ട് ഞങ്ങൾ മുഹമ്മദ് സിറാജിനെ ടീമിന്റെ ഭാഗമാക്കുന്നില്ല, അർഷദീപ് സിംഗിനെ ഞങ്ങൾ ടീമിലേക്ക് ചേർക്കും. മുഹമ്മദ് സിറാജിന്റെ കരിയർ തന്നെ അവസാനിക്കേണ്ട ഒരു വേടായിരുന്നു രോഹിത് ശർമ്മ പറഞ്ഞതെന്ന് ഒരു സംശയമില്ല. 2025 ഗുജറാത്ത് ടൈറ്റൻസ് മുഹമ്മദ് സിറാജിനെ ടീമിലേക്ക് ചേർക്കുന്നു. രോഹിത് ശർമ്മ പറഞ്ഞ വാക്ക് അതേപോലെ കടമെടുക്കുന്നു, അതേ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. പുതിയ ബോളിൽ മാത്രം സിറാജിന് ബോളിംഗ് കൊടുക്കുന്നു. ആദ്യത്തെ 3 ഓവറോളം സിറാജിന് കൊടുക്കുന്നു. അവസാനത്തെ ഓവറുകൾ സിറാജിന് കൊടുക്കുന്നില്ല. 10-12 ഓവറിനകത്ത് സിറാജിന്റെ ഓവറുകൾ അവസാനിക്കുന്നു. ഏകദേശം 2025 IPL 16 വിക്കറ്റ് നേടാൻ കരസ്ഥമാക്കുന്നു. ഒരു തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു. ഇവിടുന്ന് പിന്നെയും തിരിച്ച് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ ഭാഗമാകുന്നു. 2025 ഇംഗ്ലണ്ട് ടൂർ. 2021-2022 ഇന്ത്യ അവിടെ പോയി സീരീസ് ഡ്രോ ആക്കിയിട്ടുണ്ട്. എന്നാൽ രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ അശ്വിനോ ഇഷാന്ത് ശർമ്മയോ മുഹമ്മദ് ഷാമിയോ ഇല്ലാതെ ഇന്ത്യയുടെ പുതിയ ടീം ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലോട്ട് പറക്കുന്നു. എല്ലാവരും ഒന്ന് വിചാരിച്ചു ഇന്ത്യ ദയനീയമായിട്ട് പരാജയപ്പെടും. അവരുടെ കണ്ട് ബുംറയിലോട്ടായിരുന്നു. ബുംറ എന്തെങ്കിലും മാജിക് കാഴ്ചവെച്ചാൽ ഇന്ത്യ ജയിക്കും. എന്നാൽ ആദ്യത്തെ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെടുന്നു. ബുംറ മാജിക് കാഴ്ചവെക്കുന്നു. ഇന്ത്യയുടെ മറ്റ് ബോളർമാർക്ക് ആ മാജിക് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ ടെസ്റ്റിൽ സാക്ഷാൽ ബുംറ മാറിയിരിക്കുന്നു. സിറാജ് 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് ബുംറ മാറിയിരിക്കുന്നു. സിറാജ് 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. ആബേലെ കമന്റ് പൊട്ടിച്ചതുപോലെ എഡ്ജ് ബാസ്റ്റനിലെ കമന്റ് പൊട്ടിക്കുന്നു. ഇന്നേ വരെ എഡ്ജ് ബാസ്റ്റനിൽ ഇന്ത്യ ജയിച്ചിട്ടില്ല. എഡ്ജ് ബാസ്റ്റനിലെ കമന്റ് പൊട്ടിച്ച് സിറാജ് 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. ഇന്ത്യയെ രണ്ടാമത്തെ ടെസ്റ്റിൽ വിജയിപ്പിക്കുന്നു. മൂന്നാമത്തെ ടെസ്റ്റിൽ സാക്ഷാൽ ബുംറ തിരിച്ചു വരുന്നു. ഇന്ത്യ പരാജയപ്പെടുന്നു. നാലാമത്തെ ടെസ്റ്റിൽ ബുംറ കളിക്കുന്നു, സിറാജ് കളിക്കുന്നു. വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. മത്സരം ഡ്രോ ആക്കാൻ കഴിഞ്ഞു. അഞ്ചാമത്തെ മത്സരത്തിൽ നിന്ന് ബുംറ മാറിയിരിക്കുന്നു. ബുംറയുടെ ഷാഡോയിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാതിരുന്ന മുഹമ്മദ് സിറാജ് വന്ന് 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. ഇന്ത്യയെ ഓവൽ വിജയിപ്പിക്കുന്നു. ഒരു പ്രതീക്ഷയില്ലായിരുന്ന മത്സരം. ഇംഗ്ലണ്ടിന് ജയിക്കാൻ 35 റൺസും ഇന്ത്യക്ക് വേണം 4 വിക്കറ്റും. എമി സ്മിത്ത് ഫാസ്റ്റ് ബോൾ കളിച്ച് നല്ല പരിചയമുള്ള സ്മിത്ത്, ഹോട്ടനും അൻകിൻസനും അടങ്ങുന്ന അവരുടെ വാലറ്റം ഇവിടുന്ന് ജയിച്ചു കയറുമെന്ന് പറഞ്ഞാൽ അസംഭവികമെന്ന് പറയണം. സിറാജ് മാജിക് കാണിച്ചു വെക്കുന്നു. പുതിയ ബോളല്ല. സിറാജ് ഈസ് നോട്ട് എഫക്റ്റീവ് വിത്ത് ഓൾഡ് ബോൾ എന്ന് പറഞ്ഞെടുത്ത് സിറാജ് പഴയ ബോൾ കൊണ്ട് എഫക്റ്റീവ് കാണിക്കുന്നു. സിറാജ് വരുന്നു, 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. 146 വേഗതയിൽ അൻകിൻസിന്റെ വിക്കറ്റ് എടുത്തപ്പോൾ സിറാജ് 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. ഓവലിൽ ഇന്ത്യ ജയിക്കുന്നു. സീരീസ് ഇന്ത്യ ബലാബലമാക്കും. ദേശ പിച്ചുകളിൽ ഇന്ത്യയെ ജയിപ്പിക്കാൻ പഠിപ്പിച്ചവൻ മുഹമ്മദ് സിറാജ്. തൻ്റെ ഓരോ ബോളും കരിയറിലെ അവസാനത്തെ ബോൾ പോലെ അയാൾ തന്നെ ചോരയും നീരും കൊടുത്ത് ബോൾ ചെയ്തു. അതിൻ്റെ ഓരോ ബോളും അത്രമാത്രം എഫക്റ്റീവായിരുന്നു. ഇതിന് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് പറഞ്ഞ് മാറിയിരുന്നപ്പോൾ സിറാജ് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് പറഞ്ഞ് മാറിയുന്നില്ല. കപിൽ ദേവിന് ശേഷം സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും എല്ലാ മത്സരങ്ങളും കളിക്കുന്ന വ്യക്തി. ഇഞ്ചുറിയോ വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് പറഞ്ഞ് മാറ്റി നിർത്താത്ത വ്യക്തി കപിൽ ദേവിന് ശേഷം. അത് നിങ്ങൾ വല്ലാത്തൊരു പോരാളി തന്നെയാണ്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ് എന്ന മിയാബായി എല്ലാം കൊടുത്തു, തൻ്റെ ബെസ്റ്റ് കൊടുത്തു. ഒരു മനുഷ്യനല്ല കേട്ടോ, നിങ്ങൾ മിഷനാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഈ ബോഡി കൊണ്ട് ഇതൊക്കെ സാധ്യമാക്കാൻ? മുഹമ്മദ് സിറാജ് എന്ന DSP സാർ.